സോഷ്യൽ ഇൻഫോ പ്ലസ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ നദികളാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നത്, അതായത് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളിലെ ഉത്തരപർവ്വത മേഖല പറഞ്ഞ്, ഉത്തര മഹാസമുദ്രം പറഞ്ഞ്, ഉപദ്വീപ് പീഠഭൂമി പറഞ്ഞ്, ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ പറഞ്ഞ്, ദ്വീപുകൾ പറഞ്ഞ്, ഇനി ഇന്ത്യൻ നദികൾ. ഇന്ത്യൻ നദികളെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് വാസ്റ്റായിട്ടുള്ള ഏരിയ ആണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്, ഈസിയുമാണ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ. ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് ഹിമാലയൻ നദികൾ, രണ്ട് ഉപദ്വീപിയൻ നദികൾ. ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. എന്താണ് ഹിമാലയൻ നദികൾ, എന്താണ് ഉപദ്വീപിയൻ നദികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ഉപദ്വീപിയൻ നദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഉപദ്വീപിലൂടെ ഒഴുകുന്ന എല്ലാ നദികളും ഉപദ്വീപിയൻ നദികളാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെല്ലാം ഹിമാലയൻ നദികളും. ഇന്ത്യൻ ഉപദ്വീപ്, ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉപദ്വീപ് പീഠഭൂമി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഇന്ത്യൻ ഉപദ്വീപ്. ഉപദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ് ഉപദ്വീപ്. ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. അതാ ഇപ്പോൾ കാണുന്നതാണ് ഇന്ത്യൻ ഉപദ്വീപ്. ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കാനത്ത് മൂന്ന് വശവും വെള്ളമാണ്, മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ് ഉപദ്വീപ്. അങ്ങനെയുള്ള ഇന്ത്യൻ ഉപദ്വീപാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഇന്ത്യൻ ഉപദ്വീപിലൂടെ ഉത്ഭവിച്ചൊഴുകുന്ന നദികളെയാണ് ഇന്ത്യൻ ഉപദ്വീപിയൻ നദികളെന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഏതൊക്കെ, ഓരോന്നും ഏതൊക്കെ, ഹിമാലയൻ നദികൾ ഏതൊക്കെ, ഉപദ്വീപിയൻ നദികൾ ഏതൊക്കെ. ഹിമാലയൻ നദികൾ ഏതൊക്കെ, കോഡ് GBs, നമ്മൾ GB എന്ന് പറയാറുണ്ടല്ലോ, ജിഗാബൈറ്റ്, GBS എന്ന് ഓർത്താൽ മതി. G ഫോർ ഗംഗ, B ഫോർ ബ്രഹ്മപുത്ര, S ഫോർ സിന്ധു അല്ലെങ്കിൽ ഇൻഡസ്. ഉപദ്വീപിയൻ നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ഉപദ്വീപിയൻ നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഓർക്കാനുള്ള കോഡ് ഇതിനു മുമ്പത്തുള്ള ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹാഗോഡ് കൃഷ്ണാക്കാവ് നല്ലതാ, മഹാഗോഡ് കൃഷ്ണാക്കാവ് നല്ലതാ. മഹാനദി, ഗോഡ് ഗോദാവരി, കൃഷ്ണ, കാവേരി കാവ്, നല്ലത നർമ്മദ, താപ്തി. ഓക്കെ, അപ്പം അങ്ങനെ ആ ഒരു കോഡ് ഓർത്തിരിക്കുക വഴി പ്രധാനപ്പെട്ട ഉപദ്വീപ് നദികൾ ഓർത്തിരിക്കാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഒരുപാട് നദികളുടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാനും ഒക്കത്തില്ല, എല്ലാ കാര്യങ്ങളും കൂടെ ഈ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താനും ഒക്കത്തില്ല. അതുകൊണ്ട് കുറേശ്ശായിട്ട് പഠിച്ചു പോകാം. അപ്പം നമുക്ക് ഹിമാലയൻ നദികളിൽ നിന്ന് തുടങ്ങാം. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഹിമാലയൻ നദികൾ എന്ത്. അതിൽ ഹിമാലയൻ നദികളിൽ പറഞ്ഞല്ലോ GBs, ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു. അതിൽ സിന്ധുവിൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. ബാക്കിയുള്ളത് തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഹിമാലയൻ നദികൾ എന്താണ് നമ്മൾ പറഞ്ഞു. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെല്ലാം ഹിമാലയൻ നദികളാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതിൽ സിന്ധു പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ഗംഗയും ബ്രഹ്മപുത്രയും കിഴക്കോട്ടൊഴുകി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. ഇപ്പം നദികളുടെ കേസ് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഉത്ഭവം പഠിക്കണം. എവിടുന്ന് ആ നദി ഉത്ഭവിക്കുന്നു, എവിടെ കൂടെയൊക്കെ അത് ഒഴുകുന്നു, അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എന്ത്. അപ്പം സിന്ധു പടിഞ്ഞാറോട്ടൊഴുകുന്നു, ഗംഗയും ബ്രഹ്മപുത്രയും കിഴക്കോട്ടൊഴുകുന്നു. ഇതിനകത്ത് നമുക്കൊരു ചോദ്യം കിട്ടും. ഹിമാലയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധുവാണ്. ഈ പടിഞ്ഞാറ് കിഴക്കെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മാപ്പിൽ ഡയറക്ഷൻ നോക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കിഴക്ക് പടിഞ്ഞാറെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നുള്ള കാര്യം മൈൻഡിലേക്ക് വരണം. ഓക്കെ, ഹിമാലയൻ നദികൾ എന്താണെന്ന് പറഞ്ഞ്, ഉപദ്വീപിയൻ നദികൾ എന്താണെന്ന് പറഞ്ഞ് ജനറലി. ഇനി സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണ്. ഈ വീഡിയോയിൽ സിന്ധുവിൻ്റെ പോഷക നദികളും ആണ് ഉൾപ്പെടുന്നത്. തുടർന്നുള്ള വീഡിയോകളിൽ ബാക്കിയുള്ള നദികളുടെ കേസ് നമ്മൾ പഠിച്ചു പോകാം. സിന്ധു നദിയുടെ മാപ്പ് ഇപ്പം നമുക്ക് സ്ക്രീനിൽ കാണാം. ഇതാണ് സിന്ധു നദി. ഇനി ഞാൻ പറഞ്ഞല്ലോ, നദികളുടെ കേസിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ചോദ്യം എവിടുന്ന് വരണം, അത് എവിടുന്ന് ഉത്ഭവിക്കുന്നു, അതിൻ്റെ ഒറിജിൻ എവിടെയാണ്. സിന്ധു നദിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഉത്തരങ്ങൾ പറയാം, തെറ്റില്ല. അതായത് തിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്തെന്ന് പറയാം, തിബത്തൻ പീഠഭൂമിയിൽ നിന്ന് പറയാം, ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്ന് പറയാം. ഗ്ലേസിയർ എന്ന് പറഞ്ഞാൽ മഞ്ഞുപാളി. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗ്ലേസിയർ എന്ന്, ഷോക്ക് നദിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് സിന്ധു നദി ഉത്ഭവിക്കുന്നു പറയാം, അല്ലെങ്കിൽ ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്നു പറയാം, മാനസ സരോവർ തടാകത്തിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്നു പറയാം. തെറ്റില്ല. ഇതിൻ്റെ കൺഫ്യൂഷൻ മാറണമെങ്കിൽ ഇത് മൂന്ന് ഞാൻ ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിനോടുള്ള ഒരു പരിചയക്കുറവ് മാറാനായിട്ടാണ്. അപ്പം ചൈന അറിയാമല്ലോ, നമ്മുടെ അയൽരാജ്യം ചൈനയിൽ തിബറ്റൻ റീജിയൻ ഉണ്ട്. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റൻ പ്ലാറ്റിൽ നിന്നാണ്.
ടിബറ്റൻ പ്ലാറ്റു എന്ന് പറയുമ്പോഴത്തേക്കും ചൈനയുടെ അണ്ടറിലുള്ള ഒരു ഏരിയയാണ്. ആ പ്ലാറ്റുവിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ് കറക്റ്റ് ഉത്ഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലേഷ്യറിൻ്റെ പേര് പറയാം. ബോഗാർച്ചു ഗ്ലേഷ്യർ, ഹിമാനി, മഞ്ഞുപാളിയാണ് ഹിമാനി. അപ്പം ടിബറ്റൻ റീജിയനിലുള്ള ബോഗാർച്ചു ഗ്ലേഷ്യറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ആ ഉത്ഭവസ്ഥാനത്തിനടുത്തൊരു തടാകമുണ്ട്, അത് മാനസ സരോവർ തടാകമാണ്. അതുകൊണ്ട് ഈ ഉത്ഭവസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മാനസ സരോവർ തടാകത്തിനടുത്തെന്ന് പറയാം, ബോഗാർച്ചു ഗ്ലേഷ്യർ എന്ന് പറയാം, ടിബറ്റൻ പ്ലാറ്റ്യൂ എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഉത്ഭവം. ഇനി അത് ഏതിലേക്കൂടെ ഒഴുകുന്നു, കൺട്രീസിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഇപ്പം നിങ്ങൾക്ക് സിന്ധു നദിയുടെ മാപ്പ് സ്ക്രീനിൽ കാണാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ് ഇതിൽ കൂടെയാണ് അത് ഒഴുകുന്നതെന്ന്. ഉത്ഭവസ്ഥാനം ടിബറ്റിലാണ്, ചൈനയിലാണ്. അപ്പോൾ ചൈനയിൽ കൂടെ ഒഴുകുന്നുണ്ട്, ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്, അപ്പോൾ ഇന്ത്യയിൽ കൂടെ ഒഴുകുന്നുണ്ട്. പിന്നെ പാകിസ്ഥാനിലോട്ടാണ് പോകുന്നത്, പാകിസ്ഥാനിൽ ഒഴുകി അറബിക്കടലിൽ ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ കൺട്രീസ്? ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. പതിക്കുന്നത് അറബിക്കടലിൽ. ഈ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ്. മാപ്പിലൂടെ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു നദി. പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് സിന്ധു. ഈ നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ഏകദേശം 750 കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് സിന്ധു നദി. മനസ്സിലായില്ലേ? ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി സിന്ധുവാണ്. ഇനി അടുത്ത സിന്ധുവിൻ്റെ പോഷക നദികൾ ഏതൊക്കെ? പോഷക നദികൾ എന്ന് പറഞ്ഞാൽ ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ ഇപ്പോൾ സ്ക്രീനിൽ കിടപ്പുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനേഷൻ: എ സ്മോളർ റിവർ ദാറ്റ് ഫ്ലോസ് ഇൻ ടു എ ലാർജർ റിവർ. അതിനെയാണ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. പോഷക നദി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന ചെറിയ നദി, അതിനെയാണ് പോഷക നദി എന്ന് പറയുന്നത്. സിന്ധു നദിക്ക് പ്രധാനമായിട്ട് 5 പോഷക നദികളാണുള്ളത്: സത്ലജ്, രവി, ബിയാസ്, ഝലം, ചിനാബ്. സത്ലജ്, രവി, ബിയാസ്, ഝലം, ചിനാബ്. ഒരു കോഡ് വെച്ച് ഓർത്തിരിക്കാം, ചിരഞ്ജീവി എന്ന് ഓർത്താൽ മതി. ചിരഞ്ജീവി സാർ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോഷക നദികളുടെ കോഡായി. ചി എന്നുള്ളത് ചിനാബ്, രവിയായി, ചിരഞ്ജീ, ജി എന്നുള്ളത് ജലം, ആ ജി കണക്ട് ചെയ്യുക, ജലം. വി ചിരഞ്ജീവി, ബി എന്ന് ഓർക്കുക, ചിരഞ്ജീബി എന്ന് ഓർക്കുക, ബിയാസ്. സാർ എന്നുള്ളതിന് സത്ലജ്. അപ്പോൾ ചിരഞ്ജീവി സാർ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ സിന്ധുവിൻ്റെ പോഷക നദികളുടെ പേരായി. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, വളരെ സിമ്പിളായിട്ട്. ഇനിയും കുറച്ച് ഡീറ്റെയിൽസും ഉണ്ട് കുറച്ച് നമുക്ക് പറയാനായിട്ട്. അത് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ എല്ലാവരുടെ കേട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. നമ്മളെല്ലാം മൊത്തത്തിൽ നിന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട ശേഷം ഇച്ചിരി ഡീപ്പായിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് അധികം കൺഫ്യൂഷനും ഉണ്ടാകത്തില്ല, എളുപ്പമായിട്ട് പഠിക്കുകയും ചെയ്യാം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇനി നമുക്ക് സിന്ധുവിൻ്റെ ഓരോ പോഷക നദികളും എടുത്ത് പഠിക്കാം. സത്ലജുണ്ട്, രവിയുണ്ട്, ബിയാസുണ്ട്, ഝലമുണ്ട്, ചിനാബുണ്ട്. അതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഝലമാണ്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മാപ്പ് സിന്ധുവിൻ്റെ അതിൻ്റെ പോഷക നദികളുടെയും. ഇതിൽ ഝലം നദി ഉത്ഭവസ്ഥാനം പറഞ്ഞല്ലോ. നദിയുടെ കാര്യം വരുമ്പോൾ ആദ്യത്തെ ചോദ്യം ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് വെരിന ഗ്ലേസിയറാണ്, കാശ്മീരിലെ. പതനം എവിടെ? അടുത്ത ചോദ്യം. പതനം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചിനാബ് നദിയിൽ വന്നാണ് ചേരുന്നത്. നമുക്ക് മാപ്പിൽ കാണാം ചിനാബ് നദിയുമായിട്ട് ഝലം വന്ന് ചേരുന്നത്. അപ്പോൾ അത് പറഞ്ഞു. പ്രാചീന കാലത്ത് ജലനദി അറിയപ്പെട്ടിരുന്നത് വിതാസ്ത. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് വരുന്നുണ്ട് കേട്ടോ. ഈ നദിയുടെ കേസ് പറയുമ്പോഴത്തേക്കും പഴയ പേര്, അങ്ങനെ പഴയ പേരുകൾ വരുന്നുണ്ട് ഒരുപാട്. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണെന്ന് വെച്ചാൽ ഝലമാണ്, വൂളാർ തടാകം. അപ്പോൾ വൂളാർ തടാകം അറിയാമല്ലോ, ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ, വൂളാർ തടാകം. അപ്പോൾ ആ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഝലമാണ്. ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഝലമാണ്. അപ്പോൾ ഈ ജലവൈദ്യുത പദ്ധതി, ഡാമുകൾ, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അത് പ്രത്യേകം വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും, കോഡ് വച്ചൊക്കെ. അതായത് ഇന്ത്യയിലെ ഡാമുകൾ, അത് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു, ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു, ജലവൈദ്യുത പദ്ധതികൾ, അതിനൊക്കെ തന്നെ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. എന്നാലും ഇപ്പോഴൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത് നമ്മൾ ചിനാബ് നദിയുടെ കേസിലേക്ക് പോവുകയാണ്. ചിനാബ് നദിയുടെ കേസിൽ ആദ്യത്തെ ചോദ്യം, ഉത്ഭവം എവിടെയാണ്? ഹിമാലയത്തിലെ ബറലാച്ചാല ചുരത്തിൽ നിന്ന്. ഇതിൻ്റെ പഴയ പേര് അസ്കിനി എന്നാണ് ചിനാബ് നദിയുടെ. ഇപ്പോൾ ചിനാബ് നദി നിങ്ങൾക്ക് മാപ്പിൽ കാണാം. ചിനാബ് നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ചന്ദ്രയെന്നും ബാഗയെന്നും പറയുന്ന 2 അരുവികൾ കൂടിച്ചേർന്നാണ്. അത് അങ്ങനെ ചന്ദ്രയെന്നും ബാഗയെന്നും പേരുള്ള 2 അരുവികൾ ഹിമാചൽ പ്രദേശിലെ കിലോങ്ങിനടുത്തുള്ള താന്തിയിൽ വെച്ച് സംഗമിച്ചാണ് ഈ ചിനാബ് രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് അതിന് ചന്ദ്രഭാഗ എന്ന് പറഞ്ഞൊരു പേരും ഉണ്ട്. ഇനി ഞാൻ ഒരു കാര്യം പറയാൻ പോണേ, ശ്രദ്ധിച്ചോണേ. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ സിന്ധു അതിൻ്റെ പോഷക നദികളൊന്ന് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ജലം പറഞ്ഞ്
ചിനാബ് പറഞ്ഞ്. ബാക്കി ഇനി രവിയുണ്ട്, സത്ലജുണ്ട്, ബിയാസ് ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കാണുന്ന മാപ്പിൽ നിങ്ങൾക്ക് സിന്ധു നദിയെ കാണാം. ജലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് ഒക്കെ കാണാം. ഇതിൽ ജലം നദി വന്ന് ചേരുന്നത് ചിനാബിലേക്ക് ജലം നദി വന്ന് ചേരുന്നു. അത് കണ്ട ആ പോർഷനിൽ വന്ന് ചേരും ജലം നദി. ഇതിൻ്റെ ഈ ബാക്കി നമ്മൾ ചർച്ച ചെയ്യാത്ത നദികളുടെ ഉത്ഭവവും വരക്കവും പോക്കെല്ലാം മറന്നേക്ക്. മാപ്പ് നോക്കിക്കോളൂ. ജലം നദി ഇതാ വന്നു ഉത്ഭവിച്ചു വരുന്നു, ചിനാബിലേക്ക് ചേരുന്നു. രവി നദി ദേ വരുന്നു, ചിനാബിലേക്ക് വന്ന് ചേരുന്നു. സത്ലജ് നദി ഇതാ ഇവിടെ വെച്ചിട്ട് ചിനാബ് നദിയിലേക്ക് വന്ന് ചേരുന്നു. ചിനാബ് നദി ഇതാണേ, ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ വന്ന് ഇവിടെ അതേതാ സിന്ധു നദി. ആ സിന്ധു മേജർ റിവർ, ആ സിന്ധു നദിയോട് കൂടി ചിനാബ് നദി ചേരുന്നു. അപ്പോൾ ബിയാസ് സത്ലജ് നദിയിൽ വന്ന് ചേരുന്നു. നമുക്ക് മാപ്പിലൂടെ കാണാവുന്നതാണ്. ബാക്കിയെല്ലാം ചിനാബിലോട്ട് പോകുമ്പോഴത്തേക്കും ബിയാസ് കണ്ടോ സത്ലജ് നദിയിലാണ് വന്ന് ചേരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ബേസിക് ഐഡിയ. ഈ ചേരുന്ന ഭാഗത്തിന് മിതാൻ കോട്ട എന്നാണ് പറയുന്നത്. ഈ മെയിൻലി ഈ ചിനാബ് നദി വന്ന് ചേരുന്ന ഭാഗത്തിന്, സിന്ധുവായിട്ട് ചേരുന്ന ഭാഗത്തിന് മിതാൻ കോട്ട്. മാപ്പ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സിന്ധു എന്ന് പറയുന്നത് മെയിൻ റിവർ, അത് ഈ പോകുന്നതാണ് സിന്ധു. ഇതാണ് മിതാൻ കോട്ട്. അടുത്ത് നമുക്ക് രവി നദിയുടെ കാര്യത്തിലേക്ക് പോകാം. രവി നദി ഉത്ഭവിക്കുന്നത് റോഹ്താങ് ചുരത്തിൽ നിന്ന്. ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന് പടിഞ്ഞാറ് വശത്തുള്ള കുളു കുന്നുകളിൽ നിന്നാണ് ഉത്തരം. ഈ നദി പാകിസ്ഥാനിലൂടെ പോകുന്നുണ്ട്. രവി നദിയുടെ തീരത്തെ ഫേമസ് ആയിട്ടുള്ള പട്ടണമാണ് ലാഹോർ, പാകിസ്ഥാനിലെ. അതുകൊണ്ട് ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ്. പഴയകാലത്ത് രവി നദി അറിയപ്പെട്ടിരുന്ന പേരുകളാണ് പരുഷ്ണി, ഐരാവതി എന്നിവയൊക്കെ. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ രവി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ നൂർജഹാൻ്റെ ശവകുടീരങ്ങൾ രവി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഇനി അടുത്തത് ബിയാസ് നദി. ബിയാസ് നദിയുടെ ഉത്ഭവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഹ്താങ് ചുരത്തിലെ ബിയാസ് കുണ്ടാണ്. ബിയാസ് കുണ്ട് എന്ന് പറയുന്നത് ഹിമാനി ലേക്കാണ്, തടാകം. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമല്ലേ? സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ് സത്ലജുമായി കൂടിച്ചേരുന്നത് നമ്മൾ പറഞ്ഞില്ലേ? ബിയാസ് സത്ലജുമായി കൂടിച്ചേരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് പഞ്ചാബിലെ കപൂർത്തല. അത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. പ്രാചീന കാലത്ത് ബിയാസ് അറിയപ്പെട്ടിരുന്നത് വിപാസ എന്ന പേരിലാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. വിപാസ. അർജി കുജ എന്ന് വേദങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി ബിയാസാണ്. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും ബിയാസിൻ്റെ കേസിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് സത്ലജ് നദിയാണ്. സത്ലജ് നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് മാനസ സരോവർ തടാകം, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ടിബറ്റിലെ. അതിനടുത്തുള്ള രക്ഷസ്ഥൽ തടാകമാണ്. അവിടെ നിന്നാണ് സത്ലജ് നദി ഉത്ഭവിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് ഉത്ഭവിക്കുന്ന ഈ സിന്ധുവിൻ്റെ പോഷക നദിയാണ് സത്ലജ്. ബാക്കിയെല്ലാം ഇന്ത്യയിൽ നിന്നാണ്. സത്ലജ് നദി എവിടെ ചെന്ന് ചേരുന്നു എന്ന് ചോദിച്ചാൽ ചിനാബ് നദിയിൽ ചെന്ന് ചേരുന്നു. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, സത്ലജ് നദി ചിനാബ് നദിയിലേക്ക് ചെന്ന് ചേരുന്നു. ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു മാപ്പാണ്. ഈ കാണിച്ചിരിക്കുന്നത് ആ മാപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. അത് നോക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എല്ലാം സിമ്പിളാണ്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ചില ആൾക്കാർക്ക് ഇത്രയും കേട്ടതിനകത്ത് നിന്ന് ഒരുവിധം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ചിലർക്ക് ചിലപ്പം പുകയായിരിക്കും പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ. അതുകൊണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പോവുകയാണ്. ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിലൊരു ക്ലാരിറ്റി വരും. ഏതാ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ടും എല്ലാം കൂടി ഒരു പുകയായിട്ട് നിൽക്കുന്നവർക്ക്. ഇത് ഈ ഒരു പിക്ക് കണ്ടോ? സിന്ധു അതിൻ്റെ പോഷക നദികളും ഓരോ നദികളുടെ ഉത്ഭവസ്ഥാനം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അതുകൊണ്ടാണ് പ്രത്യേകം ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കൺഫ്യൂഷൻ കുറച്ച് കുറഞ്ഞു കിട്ടും. സിന്ധു അല്ലെങ്കിൽ ഇൻഡസ് ബോഗാർച്ചു ഗ്ലേസിൻ്റെ അടുത്തെന്ന് പറയാം. തിബറ്റൻ റീജിയനിൽ നിന്ന് ഉത്ഭവിക്കുന്നു പറയാം. മാനസ സരോവർ ലേക്കിന് അടുത്താന്ന് പറയാം. അടുത്ത ജലം നദി വെരിനാഗ്, ചിനാബ് ബാറലാച്ചല പാസ്, രവി റോഹ്താങ് പാസിനടുത്ത്, ബിയാസ് കുണ്ട് അല്ലെങ്കിൽ റോഹ്താങ് പാസ് എന്ന് തന്നെ പറയാം, നിയർ റോഹ്താങ് പാസ് എന്ന് തന്നെ പറയാം. സത്ലജ് രക്ഷസ്ഥാൽ ലേക്ക്. അപ്പോൾ ഇൻഡസ് നമ്മൾ മറക്കത്തില്ല, കാരണം അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. കാരണം ചൈനയുടെ ടിബറ്റൻ റീജിയൻ പറയുന്നുണ്ട്, അതിനടുത്തിടെ ഒരു ലേക്കുണ്ട്, മാനസ സരോവർ എന്ന് പറയുന്നുണ്ട്, ബോഗാർച്ചു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇൻഡസിൻ്റെ കാര്യം നമ്മൾ ഓർത്തെടുക്കും. ബാക്കിയുള്ള കാര്യങ്ങളാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ഇനി കോഡെന്ന് പറയുന്നില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിങ്ക്. അതായത് ഇപ്പോൾ ജലം വെരിനാഗ്, ജീവി എന്നുള്ളത് ജി വി, ജലം വി വെരിനാഗ്,
അടുത്ത CB, ചിക്കൻ ബിരിയാണിന്നോ സെൻട്രൽ ബാക്കെന്നോ ഫുട്ബോളിലെ. ചിനാബ് ബാറാലാച്ചല പാസ് എന്ന് ഓർക്കാം. രവിക്ക് സിമ്പിളാണ്, രവി റോക്താങ് RR ആണ്. ബിയാസും BB ആണ്, ബിയാസ് കുണ്ട് ബിയാസ്. സത്ലജ് രണ്ടും സ്താ പോലത്തെ വരുന്നതാണ്, രക്ഷസ്താ സത്ത് അങ്ങനെ ഓർത്ത് വയ്ക്കാം. രക്ഷസ്ഥാൽ ലേക്കും സത്ലജ്. ഓക്കെ, ചെറിയ ലിങ്ക് വെച്ച് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഇത് അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കണം, കാരണം ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ഒറിജിൻ ഓരോന്നിൻ്റെയും. അടുത്തത് ഇതുപോലെ പറയാനുള്ളത് പഴയ പേരുകളാണ്, ഓൾഡ് നെയിംസ് ഓരോ നദികളുടെ. ഝലം വിദാസ്ത, ചിനാബസ്കിനി, രവി പരിഷ്ണി, ബിയാസ് വിപാസ, സത്ലജ് ശതദ്രു. അപ്പോൾ ഇതൊക്കെല്ലാം ഒരൊറ്റ സ്ക്രീനിൽ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിക്കാം, അപ്പോൾ നമ്മൾ മനസ്സിലോട്ട് കയറിക്കോളും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പഴയ പേര്. അടുത്തതായിട്ട് നമ്മൾ സിന്ധു നദിയുടെ കേസ് പറയുമ്പോഴത്തേക്കും എല്ലായിടത്തും വരുന്നൊരു പരാമർശമാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി, സിന്ധു നദീജല കരാർ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് ഇതെന്ന് പറയുന്നത്. ഈ സിന്ധുവിൻ്റെ ജലസമ്പത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ട്രീറ്റി ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പുവെച്ച രാജ്യങ്ങൾ, ഈ ഒരു ട്രീറ്റിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ എന്ന് ചോദിക്കും, ഇന്ത്യ പാകിസ്ഥാനാണ്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വർഷം 1960 സെപ്റ്റംബർ 19. ഇതിൽ ഒപ്പുവെച്ച വ്യക്തികളുടെ പേര് ചോദിക്കും. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ജവഹർലാൽ നെഹ്റു, പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് മുഹമ്മദ് അയൂബ് ഖാനാണ്. ഇതിന് മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്കാണ്. അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഈ ഒരു കരാർ ഒപ്പിടുന്നതിനകത്ത് മധ്യസ്ഥത വഹിച്ചത് ആരാന്ന് ചോദിക്കും, ലോക ബാങ്കാണ്. പിന്നെ ഏതൊക്കെയാണ് അവകാശമുള്ളത് ഓരോ രാജ്യത്തിനും. ഇന്ത്യക്ക് അവകാശമുള്ളത് സിന്ധു നദീജല കരാർ പ്രകാരം ഏതൊക്കെ നദികളിൽ നിന്നുള്ള ജലത്തിനാണ് ഇന്ത്യക്ക് അവകാശം ലഭിച്ചത്? സത്ലജ്, ബിയാസ്, രവി എന്നാണ് ഉത്തരം. അപ്പോൾ സിമ്പിളായിട്ടൊരു കോഡുണ്ട്, സബീറ എന്ന് ഓർത്താൽ മതി. സബീറ, സത്ലജ്, ബിയാസ്, രവി, സബീറ. ഈ കോഡെല്ലാം കൂടെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതിനു മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കോഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി പറയുവാണ്. ഏതാ പഠിത്തം ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി. ഇരുന്ന് എവിടാ ഓർമ്മയിൽ ഇരുന്ന് ഇപ്പം ഇങ്ങനെ സബീറാന്ന് ഞാൻ ജസ്റ്റ് പറയുന്നു. ഇത് പിന്നെ നിങ്ങൾ പഠിക്കാൻ പോയതും വേണ്ട. ഇതിൻ്റെ ഈ ഇന്ത്യക്ക് അവകാശമുള്ള നദികളുടെ കോഡ് സബീറാന്ന് പഠിക്കണ്ട. അത് എപ്പോഴെങ്കിലും എക്സാം ഹാളിലിരിക്കും, ചിലപ്പോൾ ഒന്ന് നമുക്ക് സ്ട്രൈക്ക് ആവാം. എവിടെയോ സബീറാന്ന് പറഞ്ഞായിരുന്നല്ലോ, കേട്ടായിരുന്നല്ലോ, പഠിച്ചായിരുന്നല്ലോ. അപ്പം നമുക്കത് റീകളക്ട് എടുക്കാക്കോ. അല്ലെ ഈ കോഡുകളെല്ലാം കൂടെ കുത്തിയൊന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി പാകിസ്ഥാൻ അവകാശമുള്ള നദികൾ ചോദിക്കും. അപ്പോൾ അത് സിന്ധു, ഝലം, ചിനാബ്, ഇതാണ് പാകിസ്ഥാൻ അവകാശമുള്ള നദികൾ. അപ്പം നമ്മൾ സബീർ എന്ന കോഡ് ഉപയോഗിച്ചിട്ട് ബാക്കി ഇന്ത്യക്ക് അവകാശമുള്ള നദികൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി അറിയാമല്ലോ എന്താണ് പാകിസ്ഥാനുള്ളതെന്ന്. ബാക്കി പഞ്ചപോഷക നദികളിനകത്ത് വിശേഷിച്ചതും സിന്ധുവാണ് പാകിസ്ഥാൻ അവകാശമുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ പതിവ് പോലെ ചർച്ച ചെയ്യാം. അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ആവർത്തിച്ച് പഠിച്ച് മനസ്സിലോട്ട് കയറ്റാം. ആദ്യത്തെ ചോദ്യം, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി അത് ചിനാബാണ്. ഇത് നമ്മൾ ഈ ഒരു മാപ്പൊക്കെ വരച്ച് പഠിച്ച് അതിനകത്ത് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ. മനസ്സിലല്ലേ? മാപ്പിനകത്ത് ഇപ്പോൾ കണ്ടില്ലേ, എല്ലാ നദികളും വന്ന് ചേരുന്നത് പോഷക നദികളിൽ മിക്കവാറും ബിയാസ് മാത്രമാണ് സത്ലജ് വന്ന് ചേരുന്നത്. ബാക്കി എല്ലാം ചിനാബിലോട്ടാണ് വന്ന് ചേരുന്നത്. അപ്പോൾ കൂടുതൽ നദികൾ വന്ന് ചേരുമ്പോഴത്തേക്കും അതിനകത്ത് വന്ന് ചേരുന്ന വെള്ളവും കൂടും. ചിനാബ് നദിയിൽ വന്ന് ചേരുന്ന വെള്ളവും കൂടും. അപ്പോൾ വലിയ നദിയാവും. ഈ വലിയ നദി, നീളം കൂടിയ നദി, രണ്ടും ഒന്നാവണം നിർബന്ധമില്ല. പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പോൾ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയും സിന്ധുവിൻ്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയും ഒന്നാവണമെന്ന് നിർബന്ധമില്ല. അതായത് ചിനാബ് ഏറ്റവും വലിയ പോഷക നദിയാണ്, കാരണം ഏറ്റവും കൂടുതൽ നദികൾ വന്ന് ചേരുന്നു, അതുകൊണ്ട് അതിനകത്ത് വെള്ളം കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം വലിയ നദി എന്ന് പറയുന്നത്, ലാർജസ്റ്റ് റിവർ എന്ന് പറയുന്നത് ആഴം അല്ലെങ്കിൽ അതിനകത്തുള്ള വെള്ളത്തിൻ്റെ കണക്ക് ഇതൊക്കെ വെച്ചിട്ടാണ് വലുത് അല്ലെങ്കിൽ ലാർജസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ലാർജസ്റ്റ് ചിനാബാണ്. സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും നീളമേറിയത് കണ്ടോ, ക്വസ്റ്റ്യൻ വന്നു കണ്ടോ, സത്ലജ്. നേരത്തെ പറഞ്ഞത് ലാർജസ്റ്റ്, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ചിനാബ്. പക്ഷേ ഏറ്റവും നീളം കൂടിയ പോഷക നദി സത്ലജ്. ഓക്കെ, ഏറ്റവും തെക്ക് ഭാഗത്തുള്ള സിന്ധുവിൻ്റെ പോഷക നദി സത്ലജ്. ഇതാ മാപ്പ് നോക്കൂ. മാപ്പിൽ നോർത്ത്, സൗത്ത് കണ്ട, ഏറ്റവും സൗത്ത് ഭാഗത്തായിട്ടാണ് സത്ലജ് വരുന്നത്. നാപ്ത ജാക്രി പ്രോജക്റ്റ് ഏത് നദിയിലാണ്? സത്ലജ് നദിയിൽ. ഇത് ജലവൈദ്യുത പദ്ധതിയാണ്.
ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്, നാപ്ത ജാക്രി പ്രോജക്റ്റ്. സിന്ധു നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണം ഏതാണ്? കറാച്ചി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ്. നമ്മൾ മാപ്പ് വരച്ച് പഠിച്ചപ്പം പറഞ്ഞായിരുന്നു. അതായത് ബിയാസ് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ, ഇന്ത്യക്കകത്ത് തന്നെ, പുറത്തോട്ട് പോകുന്നില്ല. അതാണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ്. സിന്ധു നദിയിലുള്ളൊരു ഡാം, സിന്ധു നദിയിൽ പാകിസ്ഥാനിലുള്ള ഒരു പ്രധാന ഡാം ടർബല. സത്ലജ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഫക്രനങ്കൽ. ഇത് ഈ ഡാമിൻ്റെ കേസ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ്, ഇതൊന്നും കുഴപ്പമില്ല, നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് കോഡ് വൈസായിട്ട്, ഞാൻ പറഞ്ഞായിരുന്നു. എന്നാലൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി സത്ലജ്. ഷിപ്കില പാസിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ചില്ലാറ്. ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റാണ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ചില്ലാറ്. ഋഗ്വേദത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സിന്ധുവിൻ്റെ പോഷക നദി സത്ലജ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ്. കുളു മണാലി, അത് ഓർത്ത് വെച്ചേക്കാം. ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു. ഇതുപോലെ ഒരുപാട് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഈ നീളം കൂടിയത്, വലുത്, ചെറുത്, അങ്ങനെ. അതെല്ലാം നമ്മൾ ഈ ഹിമാലയൻ നദികൾ, ഉപദ്വീപൻ നദികൾ, ഇതെല്ലാം പറഞ്ഞ ശേഷം ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ ആ ഒറിജിൻ്റെ ഓരോ നദികളും അതിൻ്റെ ഉത്ഭവം പറഞ്ഞ കണക്ക് ഒരുമിച്ച് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും കുറേ ക്ലാരിറ്റി വരും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും വലുത്, ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ നീളം കൂടിയത്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? എന്നാലും ഇപ്പോൾ ഇപ്പോഴേ ഒന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധുവാണ്. തുൽബുൾ പദ്ധതി ഏത് നദിയിലാണ്? ഝലം. അതൊരു വാട്ടർ മാനേജ്മെൻറ്റ് പദ്ധതിയാണ്. അതായത് വാട്ടർ ഫ്ലോ ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് നാവിഗേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയാണ് തുൽബുൾ പദ്ധതി. അത് ഝലം നദിയിലാണ്. ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഝലം. ഝലം നദിയുടെ തീരത്താണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി സിന്ധു. അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ലഡാക്കിൽ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി സിന്ധു. അത് നോക്ക്, മാപ്പ് നോക്കിക്കോളൂ. ഞാൻ പിന്നെ ഈ മാപ്പ് എടുത്ത് കാണിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടും കേട്ടും കൂടുതൽ പരിചയം വേണ്ടിയിട്ടാണ്. അതിൽ ടിബറ്റൻ റീജിയനിൽ നിന്ന് സിന്ധു നദി ഉത്ഭവിക്കുന്നു, ഇന്ത്യയിലേക്ക് കയറുന്നു, ലേ പട്ടണം ഉണ്ടോ, അതിനെ ചുറ്റി ഒഴുകിയിട്ട് പിന്നെ പാകിസ്ഥാനിലേക്ക് പോവുകയാണ് അത് ചെയ്യുന്നത്. അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദി അറിയാമല്ലോ, സിന്ധു നദിയാണ്. ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾക്ക് ഇടയിലൂടെ ഒഴുകുന്ന നദി ഏത്? സിന്ധു. ഇതൊക്കെ ഡീപ്പ് റീഡിങ്ങിൻ്റെ സാധ്യതകളാണ്. നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരുപാട് ഡീറ്റെയിൽസ് വരും. ലഡാക്ക്, സസ്കർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ കേസ് പറഞ്ഞപ്പം, ഉത്തര പർവ്വത മേഖല പഠിച്ചപ്പം പറഞ്ഞതാണ്. ട്രാൻസ് ഹിമാലയാസിൻ്റെ കേസിൽ ലഡാക്ക്, സസ്കർ. അങ്ങനെ ഈ ലഡാക്ക്, സസ്കർ പർവ്വത നിരകൾക്കിടയിൽ കൂടെ ഒഴുകുന്ന നദിയാണ് സിന്ധു നദി. ബെഗ്ലിഹർ, സലാൽ, ദുൽഹസ്തി എന്നീ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ചിനാബ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ബെഗ്ലിഹർ, സലാൽ, ദുൽഹസ്തി. ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഡാമുകളുണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ഉണ്ട്. ഒരു പ്രത്യേക സെക്ഷനായിട്ട് പറയാം. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ്. ലാഹോറിൻ്റെ നദി. അപ്പോൾ ലാഹോർ ആറുണ്ട്, രവിക്കും ആറുണ്ട്. അങ്ങനെ ലിങ്ക് ചെയ്ത് വെക്കുക. കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. അപ്പോൾ നദികളുടെ കേസ് പഠിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപരനാമങ്ങൾ, അതായത് ഇപ്പം ബംഗാളിൻ്റെ ദുഃഖം, ബീഹാറിൻ്റെ ദുഃഖം, ഒറീസയുടെ ദുഃഖം, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. പിന്നെ ഒരു ചോദ്യം, സിന്ധു നദിയുടെ ഉത്ഭവം കണ്ടുപിടിച്ച സ്വീഡിഷ് പര്യവേഷകൻ സ്വെൻ ഹെഡിൻ. ചുമ്മാ വായിച്ചു വെച്ചേക്കാം. സിന്ധു എന്ന സംസ്കൃത പദത്തിനർത്ഥം സമുദ്രം അല്ലെങ്കിൽ നദി. അടുത്തത് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം സിന്ധു നദീതീരം. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്ലജ് എന്നാണ് ഉത്തരം എഴുതേണ്ടത്. സത്ലജിനെ യമുന നദിയുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതി സത്ലജ് യമുന ലിങ്ക് കനാൽ SYLA. യമുനയൊക്കെ നമ്മൾ ഇനി പഠിക്കുന്നതേ ഉള്ളൂ, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. സത്ലജിനെ യമുന നദിയുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതി സത്ലജ് യമുന ലിങ്ക് കനാൽ. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് വേറൊരു പോയിന്റും കൂടെ കാശ്മീരിലെ നംഗ പർവ്വതത്തിനടുത്ത് വെച്ച്. ഇപ്പം നിങ്ങൾക്ക് മാപ്പിൽ കാണാം. കാശ്മീരിലെ നംഗ പർവ്വതത്തിനടുത്ത് വെച്ചിട്ട് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. പഞ്ചനദികളുടെ നാടെന്നറിയപ്പെടുന്നത് സിമ്പിൾ, പഞ്ചാബ്. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാം ബഗ്ലിഹാർ ഡാം, ജമ്മു ആൻഡ് കാശ്മീരിലെ. അത് ഉദ്ഘാടനം ചെയ്ത വ്യക്തി ഡോക്ടർ മൻമോഹൻ സിംഗ്, 2008 ഒക്ടോബർ 10. ഗ്രീക്ക് പുരാണങ്ങളിൽ ഹൈഫാസിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ബിയാസ്. ഗ്രീക്ക് പുരാണങ്ങളിൽ ഹെസിഡ്രോസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഹെസിഡ്രോസ്.
സത്ലജ്. മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്ര പ്രസിദ്ധമായ യുദ്ധം നടന്ന നദീതീരം ഝലം. അലക്സാണ്ടറും പോറസ് രാജാവും ഝലം. പോറസ് എന്ന് പറയുന്നത് ഇന്ത്യൻ രാജാവാണ്. ആ ഇന്ത്യൻ രാജാവും അലക്സാണ്ടറും തമ്മിലുള്ള യുദ്ധമാണ് ഝലം നദിയുടെ തീരത്ത് നടന്നത്. ആ ഒരു യുദ്ധത്തിൻ്റെ പേര് ബാറ്റിൽ ഓഫ് ഹിഡാസ്പസ് എന്നാണ്. അതൊക്കെ ഡീപ്പ് റീഡിംഗ് ആണ്. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞു വരുവാണ് ആയം തൊട്ട് ഓരോ നദികളുടെ കേസ് എടുത്തിട്ട്. ഇതുവരെ പറഞ്ഞ ഡീറ്റെയിൽസും അതിൻ്റെ കൂടെ കാണും, അഡീഷണൽ കുറച്ച് കാര്യങ്ങളൂടെ കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വാസ്റ്റ് ഏരിയയാണ് ഞാൻ പറഞ്ഞു. നദികൾ എന്ന് പറയുന്നത് കുറേ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. നമ്മൾ ആവർത്തിച്ച് പഠിച്ചാലേ നമ്മുടെ മനസ്സിലോട്ട് കയറത്തുള്ളൂ. ഒരു വട്ടം ജസ്റ്റ് അങ്ങോട്ട് വായിച്ചു വിട്ടാൽ ശരിയാവത്തില്ല. പിന്നെയും നമ്മൾ വായിക്കണം, എന്നാലേ നമുക്കത് മനസ്സിലിരിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം സിന്ധു നദി. ഏറ്റവും നീളം കൂടിയ ഹിമാലയൻ നദി സിന്ധു നദി. ഏറ്റവും വലിയ ഹിമാലയൻ നദി. ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും നീളം കൂടിയ ഹിമാലയൻ നദി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ഇന്ത്യൻ നദി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പുതുതായിട്ട് കിട്ടിയൊരു ഇൻഫർമേഷനാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ഇന്ത്യൻ നദി. പാകിസ്ഥാനിലെ മിതാൻകോട്ടിനടുത്ത് വെച്ച് പഞ്ചപോഷക നദികൾ പരസ്പരം ചേർന്ന് ഒറ്റ നദിയായി സിന്ധുവിൽ ചേരുന്നു. അത് നമ്മൾ നേരത്തെ കേസ് മാപ്പ് വരച്ച് കാണിച്ചപ്പോൾ പറഞ്ഞു. മിതാൻകോട്ടിലാണ് ഈ ബാക്കിയുള്ള നദികൾ എല്ലാം കൂടെ ചിനാബ് നദിയിലോട്ട് വന്ന് ചേർന്ന് ആ ഒരു ചിനാബ് നദി ഇതെല്ലാം കൂടെ ചേർന്ന് വന്ന ആ ചിനാബ് നദി വന്ന് സിന്ധു നദി മെയിൻ റിവറായ സിന്ധു നദിയിലോട്ട് ചേരുന്ന ഭാഗമാണ് മിതാൻകോട്ട്, പാകിസ്ഥാനിലെ മിതാൻകോട്ട്. അതിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. പാകിസ്ഥാനിലെ കറാച്ചിക്ക് അടുത്ത് വെച്ച് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നു. പാകിസ്ഥാനിലെ കറാച്ചിക്ക് അടുത്ത് വെച്ച് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നു. ഈ കറാച്ചി എന്ന പേര് ഒരു ചോദ്യം തന്നിട്ട് കറാച്ചി ഉത്തരം വരത്തക്ക രീതിയിൽ ചോദിക്കാം. പാകിസ്ഥാനിലെ ഇന്നടുത്ത് വെച്ചിട്ട് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നു, കറാച്ചി എന്ന ഉത്തരം. ഇനി സിന്ധുവിൻ്റെ പോഷക നദികൾ. ഝലം നദി വരുന്ന ഗ്ലേസിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ഊളാർ തടാകത്തിലോട്ട് ഒഴുകിയെത്തുന്നുണ്ട്. ഝലം നദി ചെന്ന് ചേരുന്നത് ചിനാബ് നദിയിലാണ്. മംഗള ഡാം, ഉറി ഡാമൊക്കെ ഇതിന് കുറുകയാണ്, ഝലം നദിയുടെ കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിനാബ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അറിയാമല്ലോ ചിനാബ് എന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. രണ്ട് നദികൾ ചേർന്നാണ് ചിനാബ് നദി രൂപം കൊള്ളുന്നത്. നമ്മൾ പറഞ്ഞു ചന്ദ്രയെന്നും ഭാഗയെന്നും പറയുന്ന നദികൾ കൺഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകുന്ന ചിനാബ് നദി. ഇന്ത്യയിൽ ചിനാബിൻ്റെ നീളം 1180 കിലോമീറ്ററാണ്. അടുത്ത രവി. റോഹ്താങ് ചുരത്തിനടുത്തുള്ള കുളു മലനിരകളിൽ നിന്നാണ് രവി ഉത്ഭവിക്കുന്നത്. പാകിസ്ഥാനിലെ ലാഹോർ രവി നദിക്കരയിലാണ്, ലാഹോർ പട്ടണം. ഇതിൻ്റെ ആകെ നീളം 720 കിലോമീറ്ററാണ്. ഇത് പതിക്കുന്നത് ചിനാബിലാണ്. പഞ്ചനദികളിൽ പഞ്ചാബിലൂടെ ഒഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് രവി. പഞ്ചനദികളിൽ പഞ്ചാബിലൂടെ ഒഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് രവി. രഞ്ജിത് സാഗർ ഡാം രവി നദിയിലാണ്. ഈ ഡാമിൻ്റെ പഴയ പേരാണ് തെയിൻ ഡാം. ഷാപൂർ കണ്ടി പദ്ധതി പഞ്ചാബിൽ രവി നദിയിലാണ്. അടുത്ത ബിയാസിൻ്റെ കാര്യത്തിലേക്ക് വരാം. സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും ചെറിയ നദി ബിയാസ്. നമ്മൾ മാപ്പ് വരച്ച് പറഞ്ഞായിരുന്നു. അത് മാത്രമല്ല കാണുമ്പോൾ തന്നെ പിടി കിട്ടും. ബിയാസാണ് ഏറ്റവും ചെറിയ പോഷക നദി. പരിപൂർണമായി ഇന്ത്യയിൽ ഒഴുകി അവസാനിക്കുന്ന നദിയാണ് ബിയാസ്. ഈ നദി പാകിസ്ഥാനിലോട്ട് ഒഴുകുന്നില്ല. ബിയാസ് നദിയുടെ നീളം 460 കിലോമീറ്ററാണ്. സത്ലജിലെയും ബിയാസിലെയും ജലമാണ് ഇന്ദിരാഗാന്ധി കനാൽ വഹിച്ചുകൊണ്ട് പോകുന്നത്. അതൊരു പോയിൻ്റാണ്, ഓർത്ത് വച്ചേക്കുക. സത്ലജിലെയും ബിയാസിലെയും ജലമാണ് ഇന്ദിരാഗാന്ധി കനാൽ വഹിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് പിക്ചറിൽ കാണാം ഇന്ദിരാഗാന്ധി കനാൽ. ബിയാസ് നദി ഏത് സ്റ്റേറ്റിലൂടെയൊക്കെ ഒഴുകുന്നു വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബിലൂടെയും ഹിമാചൽ പ്രദേശിലൂടെയും. അത് ചെന്ന് പതിക്കുന്നത് സത്ലജ് നദിയിലാണ്. ബിയാസ് നദി. പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിലാണ്. ഇപ്പോൾ അതിൻ്റെ പുതിയ പേരെന്ന് പറയുന്നത് ഇതാ പോങ് ഡാമിൻ്റെ മഹാറാണ പ്രതാപ് സിംഗ് ഡാം. സത്ലജ് നദി സിന്ധുവിൻ്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ് നദി. അങ്ങനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിൻ്റെ ആകെ നീളം 1450 കിലോമീറ്റർ. ഇന്ത്യയിലൂടെ പക്ഷേ 1050 കിലോമീറ്റർ മാത്രം ഒഴുകുന്നു. നാഥ്പ ഛക്രി അണക്കെട്ട് സത്ലജ് നദിയിലാണ്. അപ്പോൾ സിന്ധു അതിൻ്റെ പോഷക നദികളും എന്ന പോർഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്നാൽ ആവും വിധം ഈ ഏരിയയിൽ നിന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്, അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.